ഹലോ നമസ്കാരം, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ സബ്ജക്റ്റ് രേണുസുതിയാണ്. രേണു ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഞാൻ 2 പാർട്ടായിട്ട് ഇടാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി രണ്ടാമത്തെ വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് മൈഗ്രെയിൻ ആയിരുന്നു, തലവേദനയൊക്കെ എടുത്ത് കിടന്ന് ആകെ കുളമായി. അപ്പോൾ വിചാരിച്ചു ഇന്നെന്നാ ഫ്രഷ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടാ. സോറി, ആദ്യമേ തന്നെ ഒരു സോറി പറയട്ടെ. അപ്പം നമുക്ക് രേണു പറയുന്ന വേറെ കുറേ കാര്യങ്ങളിലേക്ക് പോവാം. എനിക്ക് കുഴപ്പമില്ലടാ, വെടിയും തന്നെ അയക്കാൻ പറ്റും. എനിക്ക് എന്ത് കുഴപ്പം, വെടിയെന്ന് പറഞ്ഞാൽ വെടിയെന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയം ഞാൻ ഇതിലപ്പുറം കേട്ടിട്ട് ഇത് അവളെ ഈ കരിങ്കല്ലായിട്ട് ഒരു ദേഷ്യം ഇപ്പൊ സന്തോഷമുണ്ട്. ഞാൻ പിൻ ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കൂട്ടുകാരിയാണ്, അല്ലാതെ ഞാൻ പിൻ ചെയ്തിരുന്നു. എനിക്കറിയില്ല എന്താണെന്ന് അവനൊക്കെ അറിയാം. എന്തായാലും ഞാൻ പിൻ ചെയ്തിരുന്നു. ഈ അർത്ഥം അറിഞ്ഞൂടാത്ത വാക്കുകളൊക്കെ എന്തിനാ അങ്ങനെ ഇടാൻ പോണത്? ആ നിൽക്കുന്നവനും അതിന്റെ അർത്ഥം അറിഞ്ഞൂടാ, എവക്കും അർത്ഥം അറിഞ്ഞൂടാ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ചേച്ചിക്ക് ഇതൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ഇതൊക്കെ ചേച്ചി എന്താണ് പൂച്ചെണ്ടുകളും പൂമാലകളുമായിട്ടാണ് സ്വീകരിക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഒരു സ്ത്രീയെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭർത്താവ് മരിച്ചു, അത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയി എന്ന് പറയുമ്പോൾ അത് അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്. അത് ഒരു കാര്യവുമില്ല, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വിദേശത്ത് പോയിട്ട് വരുമ്പോൾ ഇതുപോലെയുള്ള കള്ളക്കടത്ത് എന്ന് പറയുമ്പോൾ അത് രാജ്യദ്രോഹ കുറ്റമാണ്, അതും കുഴപ്പമില്ല. ഇനി ഒരു സ്ത്രീയെ വളരെ വൃത്തികെട്ട രീതിയിൽ അവരെ ആത്മാഭിമാനത്തെ തന്നെ മുറിവേക്കുന്ന രീതിയിൽ വിളിക്കുന്ന വേർഡാണ് ഈ വെടി എന്നൊക്കെ പറയുന്നത്. അതും ചേച്ചിക്ക് കുഴപ്പമില്ല. ചേച്ചി ഇതൊക്കെ വെറുതെ പിൻ ചെയ്തങ്ങിടും. ചേച്ചി എവിടെയെങ്കിലും പ്രതികരിക്കണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷേ രേണുവിന് ഇനി അൾഷിമേഴ്സ് ആണോ എന്താണോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പരക്കെ പറയുന്നുണ്ട് ചേച്ചിക്ക് മറവിയുടെ അസുഖം ഉണ്ടെന്ന്. പക്ഷെ നമുക്കങ്ങനെ മറവിയുടെ അസുഖം വരാൻ ഇല്ലേന്താനും രണ്ടാമത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മറവി എന്നുള്ളൊരു കാര്യം നമുക്ക് ഒട്ടും പറ്റാത്തത് കാരണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി ഇങ്ങനെ പിൻ ചെയ്തെടുത്ത് പ്രതികരിക്കാത്ത വീഡിയോ. ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും ചേച്ചി എൻ്റെ വീഡിയോ കാണുമ്പം ചേച്ചിക്ക് മനസ്സിലാവും. പിൻ ചെയ്ത് മാത്രം ഇടുന്ന വീഡിയോ ഏതോ അശരീരി, ചേച്ചിയുടെ വീട്ടിലുള്ള അശരീരിയാണ് സംസാരിക്കുന്നത്. ഇത് രേണുവല്ല, രേണുവിൻ്റെ ശരീരത്തിൽ കൂടിയിരിക്കുന്ന ഏതോ അശരീരിയാണേ. അത് നമുക്കൊന്ന് കേൾക്കാം. ചേട്ടനോട് എനിക്ക് നല്ല ആൻസർ പറയണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടനിങ്ങ അടുത്ത് വന്നേ. നിർത്തി പോകുന്നില്ലടാ മയിരെ, വേണേ ബ്ലോക്കാക്കി പോടാ. ഇപ്പൊ കേട്ടോ, ചേച്ചി പിൻ ചെയ്തേ ഇടൂ. ചേച്ചിക്ക് അതൊന്നും ഒരു കുഴപ്പമേ ഇല്ല, കല്ലായിപ്പോയി. പക്ഷെ ഇതേപോലെ കുഴിയിൽ കാലി നീട്ടിയിരിക്കുന്ന ആരെങ്കിലും അവിടെ പോടി പുല്ലേ അല്ലെങ്കിൽ പോടി ഇതുപോലെ എന്ന് വിളിച്ചാൽ ചേച്ചി ഇതുപോലെ പറയും. ഈ വെടിയെന്ന് വിളിക്കുന്നതിനൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ പ്രതികരിക്കേണ്ടത്. അത് ചേച്ചിക്ക് പൂച്ചെണ്ടുകളാണ്. ഇനി ആ ചോദ്യം ചോദിച്ചവന് നിനക്കതിന്റെ അർത്ഥം അറിവുണ്ടെങ്കിൽ നീ എന്തിനാ ചോദിക്കുന്നത്? നീ എന്തിനാ ആ വേർഡ് എടുത്ത് ചോദിക്കുന്നത്? നീ വീട്ടിൽ പോയി ചോദിക്കടാ അതെന്താണെന്ന്. ക്വസ്റ്റ്യൻ ചോദിക്കണം മണോണാഞ്ചനും, അതിന് ഒരു ഇതും ഇല്ലാതെ ഉത്തരം പറയണ ഒരു ഇനി നമുക്ക് വേറൊരു വീഡിയോ ആണ്. രേണു ഇപ്പൊ ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരാള്, അപ്പൊ ആർഭാട ജീവിതത്തിലോട്ട് പോയോ? ഒരിക്കലും ഇല്ല. എന്നിട്ടാണോ എനിക്ക് ഗിഫ്റ്റ് തന്ന എനിക്ക് ഏറ്റവും വളരെപ്പെട്ട വേണ്ടപ്പെട്ട എൻ്റെ ഒരു പെൺ സുഹൃത്താണ് ദയാഗായത്രി തന്ന ഗിഫ്റ്റാണ്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ അവരെ. എൻ്റെ പെൺ സുഹൃത്ത് ദയാഗായത്രി, ദീദി സാദി, അങ്ങനെ കുറെ പേരുണ്ട് എനിക്ക്. പിന്നെ നമ്മുടെ നാദിറ, അവരൊക്കെ എന്റെ ഫ്രണ്ട്സാണ്. ദയ തന്ന ഡ്രസ്സാണ്. സന്തോഷത്തോടു കൂടി വന്നു, ഇട്ടുകൊണ്ട് വന്നു. കൊളാബ് വന്നാണോ അതോ ഫ്രീ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ്? കൊളാബ് എന്ത് ഫ്രീ, ഫ്രണ്ട്ഷിപ്പ് ഫ്രീ എന്നൊക്കെ പറയാം. നമ്മൾ ഒരാൾ സന്തോഷത്തോടു കൂടി തരുന്ന ഫ്രീ ആണ്. അവരുടെ സന്തോഷം, അവർക്കൊരു സാധനം നമുക്ക് തരണമെങ്കിൽ അവരുടെ സന്തോഷം കൊണ്ട് നമുക്ക് തരുന്നു, നമ്മളെ സന്തോഷം കൊണ്ട് വാങ്ങുന്നു. അപ്പൊ രേണുവിനെ അത്ര അധികം സ്നേഹിക്കുന്നുണ്ട് കുറെ കൂട്ടുകാരികള്. തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ചേച്ചി അങ്ങനെ വന്ന വഴി മറക്കൂല. ചേച്ചി ഒരു സെലിബ്രിറ്റി അല്ലേ, നാഴേക്ക് 40 വട്ടം പറയും ഞാനൊരു സെലിബ്രിറ്റി അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്തോ ചോദിച്ചപ്പോൾ അതിലും പറയുന്ന കേട്ട് ഞാനൊരു സെലിബ്രിറ്റി അല്ലേ, ഞാൻ വേദനിക്കുന്ന കോടീശ്വരി അല്ലേ. എല്ലാ തീയും അങ്ങ് അണഞ്ഞ് ശരിക്കും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഷെഫീന ചേച്ചി ആ തീ അങ്ങ് കൂട്ടിയിട്ട് എന്ത് ചെയ്ത് വെള്ളം ഒഴിച്ച് അങ്ങ് കെടുത്തിന്ന് തന്നെ പറയാം. ചേച്ചി ഒരു സെലിബ്രിറ്റി അല്ല, ചേച്ചി വളരെ സിമ്പിൾ ജീവിതം നയിക്കണം. കാരണം ചേച്ചി ഒന്നും ആയിട്ടില്ല. അതുകൊണ്ടാണ് ചേച്ചിക്ക് എന്ത് ചെയ്യുന്നത്, ആരെങ്കിലും മീറ്റ് ചെയ്യാൻ വരണമെങ്കിൽ ചേച്ചിക്ക് പൈസ കൊടുക്കണം. കാരണം ചേച്ചിക്ക് തീരെ നിവർത്തിയില്ല. ഒരു കോഫി കുടിക്കണമെങ്കിലോ ചേച്ചിയുടെ കൂടെ ഒന്ന് കറങ്ങണമെങ്കിലോ ചേച്ചിക്ക് അങ്ങോട്ട് കാശ് കൊടുക്കണം. കാരണം അത്രയ്ക്ക് പാവപ്പെട്ട ഒരു ചേച്ചിയാണ്. പക്ഷെ ചേച്ചി ഇങ്ങനെ അല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നമ്മൾ കൊണ്ടുവരും, അതിനും തെളിവുണ്ട്.
നമുക്ക് കാണാം ആ തെളിവ്. കോസ്റ്റ്യൂമും എനിക്ക് ഏകദേശം അവര് തന്നെ എടുത്താണ്. നല്ല നല്ല വിലയുള്ള കോസ്റ്റ്യൂം. ലക്ഷങ്ങളുണ്ടോന്ന് അറിയത്തില്ല, എന്നാലും നല്ല വിലയുണ്ട്. തീർച്ചയായിട്ടും സബ് തുടങ്ങിയ പിന്നെ ഞാൻ വളരെ എക്സ്പെൻസീവ്. ചേച്ചി എക്സ്പെൻസീവാണ്. ചേച്ചി ലളിത ജീവിതമല്ല. ചേച്ചി മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയാകുമ്പോൾ ലളിത ജീവിതം. അതൊക്കെ എല്ലാവരും മറന്ന് ആ കാര്യങ്ങളൊക്കെ മറന്ന് ചേച്ചി ഒരു ഇത് ഷൂട്ടിന് പോകുമ്പം ചേച്ചി കുറച്ച് എക്സ്പെൻസീവാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് എന്താണ് പറയണമെന്ന് പോലും ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇവരടുത്ത് കുറേ ക്വസ്റ്റ്യൻ ഇവർ അങ്ങോട്ട് കൊടുക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത്, അല്ലാതെ അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത്. ഇതിൽ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല. ഏതാണെന്ന് അറിയാമോ? രേണു ഇപ്പം നിക്കറിടാറുണ്ടോ? അപ്പം തന്നെ രേണുവിൻ്റെ മുഖം മാറിയപ്പോൾ അവൻ ചോദ്യം അങ്ങ് മാറ്റി, നിക്കർ വിധവാന്ന് വിളിക്കാറുണ്ടോ എന്ന്. ഈ നിക്കറിടാറുണ്ടോ എന്ന് ചോദിച്ചത് അവന് അബദ്ധം പറ്റി പറഞ്ഞതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. വട പോലെ വലതും കിട്ടും എന്ന് വിചാരിച്ചു, അത് കയറി അങ്ങ് എന്താണ് കൊളുത്താം എന്ന് വിചാരിച്ച്. പക്ഷേ ഇപ്പം രേണുവിന് അറിയാം, രേണു മനസ്സിലാക്കിയ ആൻസർ പറയുമെന്നേ ഞാൻ വിചാരിക്കുന്നില്ല. ഈ വിവാദങ്ങൾ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് അണഞ്ഞു നിന്നാലേ രേണുവിന് ഇതുള്ളൂ, അക്സെപ്റ്റൻസ് കിട്ടുള്ളൂ, കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് രേണുവിന് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് രേണു പയ്യെ ചോദിക്കുന്നത്, ഇങ്ങനെ നിക്കറിടാറുണ്ടോ എന്ന് വെച്ചപ്പോൾ എന്ന് ചോദിക്കുന്നത്. ഇതൊക്കെ ആദ്യമേ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയിരുന്നെങ്കിൽ ഇവർക്ക് ഇത്രത്തോളം നെഗറ്റീവ് വരൂലായിരുന്നു. ഇനി അവർ നല്ല പിള്ളയായിട്ട് കാര്യമേ ഇല്ല, കാര്യം ആരും അംഗീകരിക്കില്ല. അത് ഈ നെഗറ്റീവിൻ്റെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് കിട്ടുമെന്നും പറഞ്ഞ് ചെയ്താലും ഇരട്ടി നെഗറ്റീവേ ആവും, കളിയാക്കലും കിട്ടും. അതാണ് ഇവരുടെ ഒരു കുഴപ്പം. നിർത്തേണ്ട സ്ഥലത്ത് നിർത്തി. അന്ന് ആ ചേച്ചി പറഞ്ഞായിരുന്നു, നമ്മൾ എവിടെ ആ മഞ്ജു പത്രോസ് ചേച്ചി നമ്മൾ എവിടെ ക്വസ്റ്റ്യൻ ചോദിക്കണം, എവിടെ നിർത്തണമെന്ന് നമ്മളിതാണ് തീരുമാനിക്കേണ്ടതെന്ന്. അന്ന് എന്തെല്ലാം അവരെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് മിണ്ടാൻ വയ്യാത്ത അവസ്ഥയായി. സെലിബ്രിറ്റി ജീവിതമാണെങ്കിലും വന്ന വഴി മറക്കത്തില്ല, ഡ്രസ്സുകൾ ഇങ്ങനെ കൊടുത്തതാണ് ഞാൻ എന്ത് ഭവ്യതയോടെ പറയുന്നു. ഇതാ കുഴപ്പം, നമ്മളത് കണ്ടുപിടിച്ചുകൊണ്ട് വരും. അപ്പോൾ ആദ്യമേ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഓർക്കണം. ഇനി നമുക്ക് വേറൊരു വീഡിയോ കാണാം. കുടുംബത്തിന്റെ പ്രശ്നം മീഡിയക്കാരില്ല. ഞാൻ ഒരു മീഡിയക്കാരെ വിളിച്ചിട്ടല്ല അവരവിടെ വന്നത്. അവരവിടെ പ്രമോഷന്റെ ഭാഗമായിട്ട് ഡയറക്ടറെ വിളിച്ചിട്ട് വന്നതാണ്. അപ്പം എന്താ പറയാ, അതിനും രേണുസുധിയുടെ കൈകളിലാണ് ഇവരെന്നാണ് പറയുന്നത്. എനിക്ക് കുഴപ്പമില്ല, എന്റെ സുഹൃത്തുക്കൾ എന്റെ അനിയന്മാരാണ്, എന്റെ ചേട്ടന്മാരാണ്, ചേച്ചിമാരാണ്, വിഷയമല്ല. ഈ മീഡിയക്കാരെ കാര്യം പറയുമ്പം ഈ പണ്ട് മുതലേ ഉള്ള മീഡിയക്കാരുണ്ട്, നമ്മുടെ സിനിമ ആൾക്കാരുടെ, അവരുടെ അനിയന്മാരല്ലേ? എന്താ അവരുടെ പുറകെ പോവാത്തത്? രേണുസുധിയുടെ അനിയന്മാരാണ്, രേണുസുധിയുടെ കൂട്ടുകാരാണെന്നും പറഞ്ഞു ഉടനെ ചാടി പിടിച്ചുകൊണ്ട് വരുമോ? അതും ഈ 1-2 വർഷത്തിനകം വെച്ച് അത്രയ്ക്ക് അങ്ങ് ഇന്റിമേറ്റ് അനിയനായോ? ഇനി മീഡിയക്കാര് രേണുസുധിയുടെ കീഴിലല്ല. ശരിക്കും പറഞ്ഞാൽ ആ സംവിധായകൻ അന്ന് വന്ന് പറഞ്ഞപ്പോൾ രേണു അവിടെ പറയുന്നുണ്ട് മീഡിയക്കാരുള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന്. മീഡിയക്കാർക്ക് ഈ ചേച്ചിയെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലേ? ഒരു അനിയന്റെ സ്ഥാനത്താണെങ്കിൽ ചേച്ചിയുടെ സ്ഥാനത്തുള്ള രേണു തന്നെ പറയുന്നുണ്ട്, എന്നെ ഫിസിക്കലായിട്ടും എന്നെ ഉപദ്രവിക്കാൻ കണക്കാക്കിയാണ് നിന്നതെന്ന്. ഇത്രയും ഇതുള്ള ഒരു ആത്മാർത്ഥതയുള്ള അനിയന്റെ സ്ഥാനത്തുള്ള മീഡിയക്കാർ വന്ന് പറയൂലേ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിന്ന്? ഇനി പോട്ടെ, രേണുവിന്റെ ഭാഗം പറയണ്ട, രേണുവിന്റെ ഭാഗം പറയാൻ അവള് തന്നെ ഉണ്ട്. ഈ മീഡിയക്കാരെ കുറ്റപ്പെടുത്താറുണ്ട്. ഞാൻ അന്ന് ഇന്റർവ്യൂ ചെയ്തപ്പം ആ സംവിധായകൻ പറഞ്ഞതാണ്, മീഡിയക്കാരെ ഓട്ടിച്ചു വിട്ടതിനാണ് രേണുസുധിക്ക് ദേഷ്യം വന്നതെന്ന്. അവരൊക്കെ അവരുടെ ഭാഗം തിരുത്തൂലേ? അവരും ചേച്ചിയെ പോലെ തന്നെ സ്വഭാവമാണോ? ശരിക്കും പറഞ്ഞാൽ മീഡിയക്കാരക്കും ഇവരെ മുതലാക്കുവാണ്. ഇവരെ അത്രയ്ക്കും മതി മീഡിയക്കാർക്ക്. അല്ലാതെ മീഡിയക്കാരെ ആത്മാർത്ഥതയായിട്ടൊന്നും അല്ല ഇവരെ കൂടെ നിൽക്കുന്നത്. അവരും അവരുടെ എന്താണ് ഫെയിമിന് വേണ്ടി, അവരുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇത്തിരിയെങ്കിലും അവർക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അന്ന് രേണു പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മീഡിയക്കാരെ ആ സംവിധായകൻ പറഞ്ഞെങ്കിലോ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആയിട്ട് വരും. ചേച്ചിയെ പോലെ തന്നെ മീഡിയക്കാരന്മാരും പൊത്തിലൊളിച്ചു നിന്ന് ഇത് രേണുസുധി വിളിച്ചിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പൊ ഇന്നത്തെ ഈ പൂജ എങ്ങനെ അറിഞ്ഞു? വേറെ മീഡിയക്കാരെവിടെ പോയി? ഇതൊരു സിനിമയുടെ പൂജയാണല്ലോ. ഇനി ആൽബം അല്ല, രേണുസുധിയുടെ ഷോർട്ട് ഫിലിം അല്ല, ഇതൊരു സിനിമയുടേതാണ്. വേറെ എത്രയോ മീഡിയ ഉണ്ട്. കഴിഞ്ഞ ദിവസം പള്ളിച്ചട്ടമ്പി ആ സിനിമ ഇറങ്ങി, ആ മീഡിയക്കാരെന്താ ഈ സിനിമയുടെ പൂജയ്ക്ക് വരാത്തത്? ഇത് അത്യാവശ്യം എന്താണ് ആൾക്കാരൊക്കെ സാധാരണ ഒരു സിനിമാ നടിമാരൊക്കെ ഉള്ളതല്ലേ, എന്താ വരാത്തത്? അവര് രേണുസുധിന്ന് കേൾക്കുമ്പോ തന്നെ അവരെന്തോ വേറെ വല്ല കവടി നിരത്തി നോക്കോ ഇന്ന് എവിടെയാണെന്ന്? ഇതാണ് ഇവിടെ വായിൽ കിടക്കണ ആ പുളു. ഇനി മര്യാദയ്ക്ക് പറഞ്ഞാലും പുളുവാണ്, ആവേശത്തിൽ പറഞ്ഞാലും പുളുവാണ്. വെറും പുളു കഥകളാണ് വച്ച് വിളമ്പുന്നത്. ഇനി വേറൊരു വീഡിയോ ആണ്.
എനിക്ക് കുറെ ചെറുപ്പക്കാര് കൊച്ചു പിള്ളേർ ആരാധകരുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെയൊക്കെ മൂന്നാറിൽ കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള പറ, അല്ലെങ്കിൽ അത് വിവാദം. കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള കൊച്ചു പിള്ളേർ. ഓക്കെ, എന്നെ സംബന്ധിച്ച് അവർ കൊച്ചു പിള്ളേരല്ലേ. എനിക്ക് 34 വയസ്സില്ല, അതുകൊണ്ട് പറഞ്ഞത് 18 വയസ്സിന് മുകളിലുള്ള കൊച്ചു പിള്ളേർ. അങ്ങനെ തന്നെ പറയുന്നത്. 18 വയസ്സിന് മുകളിലുള്ള കൊച്ചു പിള്ളേരൊക്കെ എന്റെ ആരാധകർ. 18 വയസ്സിന് താഴെയുള്ളവരെന്തെങ്കിലും ഇഷ്ടപ്പെടാൻ പാടില്ല. ചെറിയ കുട്ടികള്, വാവകളല്ലേ അത്, കുഞ്ഞു വാവകളല്ലേ. അതൊക്കെ ഇഷ്ടമാണ്. ഞാൻ അവരുടെ കാര്യമല്ല പറഞ്ഞത്. ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വീഡിയോ സൈഡിൽ ഞാൻ കാണിക്കുമ്പോൾ കാണണം കേട്ടോ. കാരണം 18 വയസ്സിന് മേൽ അവർ തിരുത്തി കൊടുക്കുവാണ്. അങ്ങനെ പറയാൻ അത് വിവാദം. ഉടനെ അവള് ഷീന്നാക്കണ്. കാരണം 18 വയസ്സിന് മേലിലുള്ളവർ മാത്രമല്ല, 15 വയസ്സ് തൊട്ടുള്ള കൊച്ചു പയ്യന്മാരും എവളെ കയ്യിലുണ്ട്. ആ സബ്സ്ക്രൈബ് എടുത്തിട്ടുണ്ട്. അത് സത്യമാണ്. അല്ലാതെ 18 വയസ്സിന് മേലിലല്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് അവരെ തിരുത്തി കൊടുക്കുന്നതും അവൾ അവരെ മുഖത്ത് നോക്കി ഇവളെ കണ്ട സമയം തൊട്ട് ഇവക്ക് 34 വയസ്സാണ്. ഇവക്ക് എന്താ പറയുക, വേറെ വല്ല പ്രത്യേകതയുണ്ടോ? 5 വർഷം കൂടുമ്പോഴാണോ മറ്റേ ഗവൺമെന്റ് മാറും പോലെയാണോ ഇവക്ക് വയസ്സ് കൂടുന്നത്? ഇതെന്തോ ഇത് എപ്പോഴും 34 വയസ്സ്. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ സബ്സ്ക്രിപ്ഷനിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളത് പരമമായ സത്യമായ കാര്യമാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഷിയാസ് കരീമിനെതിരെ വരുന്ന ഈ ഗുരുതര ആരോപണങ്ങളുണ്ടല്ലോ, ഷിയാസ് കരീം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും ഈ തെളിവുകളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നു യുവതി. അപ്പോ ഒരു 60 വയസ്സായ ഒരാളെയൊക്കെ ഷിയാസ് കരീം ആ രീതിയിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടോ ഉണ്ടാവും എന്തെങ്കിലും? എനിക്ക് തോന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിയാസ് എന്ന് പറയുന്നത് എന്റെ സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞ എന്റെ അനിയൻകുട്ടൻ എന്നാണ് സുധിച്ചേട്ടൻ പറയാറുള്ളത്. എന്നാൽ 3-4 പ്രാവശ്യം കണ്ടു. ലാസ്റ്റ് കണ്ടത് മെഡിസിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് ഡെലിവറി ടൈമിൽ വൈഫിന്റെ കണ്ടായിരുന്നു. ഞാനൊരു ട്രീറ്റ്മെന്റിന് പോയപ്പോൾ കണ്ടാണ്. അപ്പം എനിക്ക് ഷിയാസ് എന്റെ 2-3 വയസ്സിന് മൂത്തതാണ്. പക്ഷെ എന്റെ അനിയൻ തന്നെയാണ് ഷിയാസ്. അപ്പം 2 വയസ്സിന് മൂത്താണ്, അനിയനായിട്ട് കാണുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അലിഗേഷൻസും ഈ വിവാദങ്ങളും എന്തെങ്കിലും ഈ പറയുന്ന എല്ലാരും മാന്യന്മാരും പിന്നെ എല്ലാരും ഈ കുറ്റം പറയുന്നവരെല്ലാരും പെർഫെക്റ്റ് ആണല്ലോ. അതുകൊണ്ട് പിന്നെ എന്നെ പറ്റി കണ്ടില്ല പറയുന്നത് എന്തൊക്കെയാണ്. ഈ ഷിയാസിന്റെ കാര്യം പറയുമ്പോൾ ചേച്ചിക്കുട്ടിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഷിയാസിനെ മറ്റേ ഏതോ ഒരു പ്രോഗ്രാമിന് കണ്ടപ്പോൾ രേണുവിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഷിയാസ് രേണുവിനെ സപ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ പിന്നെ എന്തായാലും നന്ദി കാണിക്കണ്ടേ? പിന്നെ സുധിച്ചേട്ടന്റെ അനിയൻ കുട്ടനും രേണു ചേച്ചിയെ കാട്ടി 2 വയസ്സിന് മൂത്തതാണ്. പക്ഷെ അനിയനാണെന്നാണ് പറയുന്നത്. പിന്നെ വിവാദങ്ങൾ വരും. ഇപ്പം ഷിയാസ് കണ്ടില്ലേ, അനിയൻ കുട്ടൻ എവിടെ പോയി? കുട്ടൻ അത്രയ്ക്കും ഇതായിട്ട് നിൽക്കുന്നെങ്കിൽ എവിടെ അനിയൻ കുട്ടൻ ഇതുപോലെ തന്നെ നിൽക്കാത്തെ? അനിയൻ കുട്ടൻ അന്ന് ആ 65 വയസ്സായ സ്ത്രീ എന്നും പറഞ്ഞിട്ട് ഓടി ഒളിച്ചു. പിന്നെ ചേച്ചിക്കുട്ടിയെ പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യണം. ഇവരുടെ യൂണിവേഴ്സിലുള്ള ആൾക്കാരെ മാത്രമേ ഇവരെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതായത് നെഗറ്റീവുകൾ തലയ്ക്ക് മീതെ കിടക്കുന്നവരാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവർക്കെതിരെ വിവാദങ്ങൾ വരണത് കണ്ടില്ലേ? ബാക്കി എല്ലാവരും പെർഫെക്റ്റ് ആണല്ലോ. ആരും പെർഫെക്റ്റ് അല്ല. പക്ഷെ ആരും നിങ്ങളെപ്പോലെയല്ല. അത്രേ ഉള്ളൂ കാര്യം. ആരും ഈ പറയുന്ന ഞാനും ലോകം കണ്ട നന്മമരമോ ഒന്നുമല്ല. നമുക്കും ഒരുപാട് നെഗറ്റീവുകളുണ്ട്, ഒരുപാട് പോസിറ്റീവും ഉണ്ട്. പക്ഷെ നിങ്ങളെപ്പോലെ സമൂഹത്തിന്റെ മുമ്പ് നടക്കാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയല്ല വെറുപ്പ്, നിങ്ങളുടെ നിലപാടുകളെയാണ്. അതായത് മരിച്ചുപോയ ഒരാളിനെ വെച്ച് എനിക്കത് പറയാൻ വയ്യ, സ്വന്തം ഭർത്താവിനെ വെച്ച് നിങ്ങൾ കാശുണ്ടാക്കുക, ഒരു വിധവ എന്ന് പറയുന്ന സ്ത്രീകളുടെ അവസ്ഥയെ വെച്ച് കാശുണ്ടാക്കുക, അത് അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. അത്തരം കാര്യങ്ങളിൽ നിങ്ങളെ കാട്ടി ഞങ്ങൾ പെർഫെക്റ്റ് തന്നെയാണ്. അത് ഉറപ്പിച്ചു പറയാം. ഒരു കാർഡ് ഇറക്കാതെ സ്വന്തമായിട്ട് ഇതുപോലെ നടക്കുന്നതിന് അന്തസ്സെങ്കിലും ഉണ്ടെന്ന് പറയും. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. ആൽബങ്ങളൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ആരൊക്കെയോ കുത്തിപ്പൊക്കി ഉണ്ടാക്കുന്നല്ലോ. അത് എന്നെ വീട്ടിലിരുത്തണം, എനിക്ക് ഒരു വരുമാനം കിട്ടരുത് എന്ന് താറുമാറാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറച്ച് പേരാണ്. അവര് കഠിന പരിശ്രമം ചെയ്യുന്നുണ്ട്. പക്ഷെ എൻ്റെ കൂടെ ദൈവവും ഉള്ള കുറച്ച് ആൾക്കാരും സുധിച്ചേട്ടൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഫീൽഡിൽ തന്നെ നിലനിൽക്കും. ഇതിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ പറയാനുള്ളത്, നിങ്ങൾ ആൽബം ചെയ്യുന്നത് കൊണ്ടോ, നിങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് കൊണ്ടോ, നിങ്ങൾ സിനിമ ചെയ്യുന്നത് കൊണ്ടോ ആർക്കും ഒരു കുറ്റവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സുധിച്ചേട്ടൻ മരിച്ച സമയത്ത് നിങ്ങൾ നാടകത്തിൽ അഭിനയിക്കാൻ പോയി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു 6 മാസം ആയതേ ഉള്ളൂ ലൈം ലൈറ്റിൽ നിന്നിട്ട്, അതിന് മുന്നേ ഞാൻ ആ നാടകം അവതരിപ്പിക്കുമായിരുന്നു. ആരെങ്കിലും നിങ്ങളെ പുറകെ വന്ന് കുറ്റം പറഞ്ഞു? നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം ഈ ഷോർട്ട് ഫിലിമിലായാലും ആൽബത്തിലും അഭിനയിച്ചിട്ട്, ആൽബത്തിൽ അഭിനയിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നിങ്ങൾ ബിഹൈൻഡ് ദ സീനിൽ വളരെ വൾഗാരിറ്റി കാണിക്കുന്നത് കൊണ്ടാണ് എതിർക്കുന്നത്. പിന്നെ നിങ്ങളെ ഇനി എത്ര എതിർത്താലും, റിയാക്ഷൻ വീഡിയോക്കാർ ചത്ത് കിടന്ന് എതിർത്താലും നിങ്ങൾ നിൽക്കുന്നില്ലേ?
പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങളെ വീട്ടിലിരുത്താൻ നോക്കുന്നതെന്ന് നമ്മൾ വീട്ടിലിരുത്താൻ നോക്കിയാൽ നിങ്ങൾ വീട്ടിലിരിക്കുമോ? ഒരിക്കലും നിങ്ങൾ വീട്ടിലിരിക്കില്ല. നിങ്ങളെ കൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റൂല. നിങ്ങളെ കൊണ്ട് വീട്ടിലിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും മീഡിയക്കാരെ കൊണ്ടുവന്ന് നിർത്തുന്നത്. നിങ്ങൾ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ആർക്കും ഒരു ഇതുമില്ല. രേണുസുതി നിങ്ങൾ അഭിനയിക്കുന്നതിനോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ കാണിക്കുന്ന കുറെ വൃത്തികേടുകളുണ്ട്, വൾഗാരിറ്റി ഉണ്ട്. അത് സമൂഹത്തിൽ കാണിക്കുന്നത് കൊണ്ടും അത് ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് കുട്ടികൾ അതിലേക്ക് വരും എന്നുള്ളത് കൊണ്ടും വന്നിട്ടുള്ളത് കൊണ്ടും അതും വിഷയങ്ങളാക്കി എടുത്ത് സംസാരിച്ചിട്ടുള്ളത് കൊണ്ടും ഒക്കെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്കൊന്നും ഇത് ഒരിക്കലും മനസ്സിലാവത്തില്ല. പിന്നെ നിങ്ങളൊക്കെ വേണം ഇതുപോലെ, എങ്കിലല്ലേ നമുക്ക് കണ്ടന്റ് ഉള്ളൂ. പിന്നെ ഈ ഫീൽഡൊന്നും ഇല്ലെങ്കിൽ പോലും ഞാൻ ഏതെങ്കിലും കടയിൽ പോയിട്ടും ആണെങ്കിലും സെയിൽസ് ആയിട്ട് നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് പറയുന്നത് ഇതിപ്പോ എനിക്ക് സന്തോഷമായിട്ടുള്ള ജോലിയാണ്. ഈ ജോലി ഇല്ലെങ്കിൽ ഞാൻ വേറെ ജോലി ചെയ്യും. അപ്പോ ഈ സെയിൽസ് ആയിട്ട് പോകുന്ന വെച്ചാൽ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരാള് അവരുടെ സെലിബ്രിറ്റി കുറച്ച് ഡൗൺ ആയാലും അവർ സെയിൽസിലോട്ട് പോയാൽ മുമ്പത്തെ സെലിബ്രിറ്റി എന്നുള്ള ഡൗൺ ആവുന്ന ഒരു പ്രശ്നം ഡൗൺ ആയാലല്ല പറഞ്ഞത്. കേട്ടില്ലേ? ഇതിൽ ആദ്യം പറഞ്ഞ കാര്യം നല്ല കാര്യം. ഒരു ജോലി ഇല്ലെങ്കിൽ ഞാൻ സെയിൽസ് ആയിട്ട് പോവാനും അതൊക്കെ അവരുടെ വലിയ മനസ്സ്. ഞാൻ എല്ലാത്തിനും കുറ്റം പറയില്ല. പക്ഷേ അതേപോലെ തന്നെ ഇവര് പേടിച്ചത് കണ്ടോ? ഞാൻ സെലിബ്രിറ്റി ആവില്ലേ, ഡൗൺ ആവുമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ അത് ഡൗൺ ആക്കാൻ ഇവർക്ക് പേടിയുണ്ട്. ഇവരിങ്ങനെ ഡൗൺ ആയി പോവോ, ഇവരെ ശ്രദ്ധിക്കാതെ വരുമോ, ഇവർക്ക് വേറെ ജോലി ചെയ്യേണ്ടി വരുമോ, അതൊക്കെ ഇപ്പൊ ഇവർ പറയുന്ന കാര്യം നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് എടുത്താലും ഇവര് വെറുതെ വിടുവാത്തനം പറയുന്നതാണ്. ഞാൻ അങ്ങനെയൊക്കെ പോവുമെന്ന്. എന്നാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ ചോദിക്കുമ്പം ഉടനെ പറയണം അതിനെന്താ ഈ സ്റ്റാറ്റസ് ആലോചിച്ചല്ലോ ഞാൻ നിൽക്കുന്നത്, അത് എനിക്ക് കിട്ടി, അത് പോയാലുള്ള കാര്യം, അല്ലെങ്കിൽ അത് പോയാലും എനിക്ക് വിഷയമല്ലോ. ഉടനെ പറഞ്ഞു അത് പോവോ, അത് പോയിന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന്. ഇവരത് പോക്കൂല. ഒരിക്കലും ഇവരത് പോയി നിലനിർത്തി ഇവർ ഇതുപോലത്തെ ഒരു പണിക്ക് പോകൂല. ഇത് ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഇവരിപ്പം അണഞ്ഞു നിൽക്കുന്നത് ആ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അവരുടെ ചാറ്റൊക്കെ വന്നതിൻ്റെ ഇതിൽ അവരൊന്നിങ്ങനെ നിൽക്കാൻ ആരെങ്കിലും പറഞ്ഞു കാണും. അല്ലെങ്കിൽ അവരിങ്ങനെ നിൽക്കൂല. അവർ തെറിച്ച് നിൽക്കും. പക്ഷെ ഇവർ വരും. കാരണം ഇവരുടെ ഈ വിഷയം എടുത്തിട്ട് സംസാരിച്ച ആർക്കും വലിയൊരു റീച്ചില്ല റിയാക്ഷൻ വീഡിയോക്കാർക്ക്. എന്നാൽ ഇവർ വടയെക്കുറിച്ച് പറഞ്ഞു ആ സമയത്ത് എല്ലാവർക്കും റീച്ചായിരുന്നു. എത്രത്തോളം റിയാക്ഷൻ വീഡിയോക്കാർക്ക് റീച്ച് കിട്ടോ അത്രത്തോളം രേണുസുതിക്ക് റീച്ച് കിട്ടുള്ളൂ. റിയാക്ഷൻ വീഡിയോക്കാർ ഇവരുടെ ഇതെടുത്ത് ചെയ്യുമ്പോൾ റീച്ച് കുറയോ ഇവർക്ക് റീച്ച് കുറയും. ഇവർ ഇനി ഇതിരുന്ന് അനലൈസ് ചെയ്തിട്ട് ഇവരിനി അടുത്ത എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ നേരെ ഉൾട്ടയടിച്ച് ഇവർ വരും. ഇവർ ആദ്യം പറഞ്ഞില്ലേ ഞാൻ ഒരു വിഷയത്തിനെ പ്രതികരിക്കില്ലെന്ന്. ഇവർ പ്രതികരിക്കും. ഇവരെ കൊണ്ട് പ്രതികരിക്കാതിരിക്കാൻ പറ്റൂല. കാരണം ഇവരെന്തൊക്കെ കാര്യങ്ങളാണോ ഇവർ മാനം മര്യാദയ്ക്ക് പറഞ്ഞിട്ടുള്ളത് ഒരാഴ്ച തികയും മുമ്പ് അതിനെ തിരുത്തി പറയുന്ന കാര്യങ്ങളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോഴും നമുക്കിനി വേറൊരു വീഡിയോ കാണാം. സമയല്ലേ മെച്ചർ ചില സമയം എന്റെ തനികോണം നിങ്ങൾ കേൾക്കുന്നതല്ലോ. ഷെഫീന ബീബിനെ തെറി വിളിക്കുമ്പോ ഉള്ള ഒരു മൂഡ് മീഡിയ എങ്ങനെ ഡീൽ ചെയ്യണം ഇപ്പൊ പറഞ്ഞാരോ എനിക്കറിയില്ല. ഷെഫീന ബീവി ചേച്ചി അറിയാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ ഷെഫീന ബീവി ചേച്ചിയില എല്ലാ കുടുംബത്തിലുള്ള എല്ലാരെയും വിളിച്ച് അവരെ വീട്ടിന്റെ പട്ടി പൂച്ചയൊക്കെ വിളിച്ചത് കൊണ്ടാണ് നീ ഇന്നിപ്പോ പൂച്ചയെ പോലെ മിണ്ടാതെ നിനക്ക് നിൽക്കേണ്ടി വന്നത്. ഇനി ഷെഫീന ബീവി ചേച്ചി ആരാന്ന് നിനക്ക് അറിയില്ലെങ്കിൽ നീ ഷെഫീന ബീവി ചേച്ചിയെ നമുക്ക് പരിചയപ്പെടുത്തി തന്നൊരു വീഡിയോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. എല്ലാ കാര്യങ്ങളും അതായത് ഈ കള്ളി താത്തയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ലാസ്റ്റത്തെ ഒരു വീഡിയോ ഞാൻ ഒരു മദ്യവും കഴിച്ചില്ല, മയക്കുമരുന്ന്. എനിക്ക് എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം ഇട്ട് അവൻ എന്നെ കവച്ചെടുക്കണം, എന്നിട്ട് ഉമ്മ വെക്കണമെന്നുള്ള സീൻ ഞാൻ അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചെറ്റകൾ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. പിന്നെ എനിക്ക് തന്ന 5000 രൂപ അഡ്വാൻസ്, 30,000 ഒന്നുമല്ല ഇവൻ പറഞ്ഞ 5000 രൂപ അഡ്വാൻസ്, അത് ഞാൻ തിരിച്ചു കൊടുക്കുന്നില്ലെന്ന് വെച്ച് വേറൊന്നുമല്ല. എന്റെ രാവിലെ തൊട്ടുള്ള ആ ഒരു വലിയ വേറെ പ്രോജക്റ്റ് ഞാൻ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇതിന് ഞാൻ പോയത്. രാവിലെ എന്റെ കാശിന് 1500 രൂപ മുടക്കി ഞാനാണ് 1500. ഇപ്പൊ മനസ്സിലായോ തെറിത്താത്ത ആരാണെന്ന്? ഈ കള്ളിത്താത്ത തെറിത്താത്ത എന്നൊക്കെ വിളിക്കുന്നത് ഷെഫീന ചേച്ചിയാണ്. പക്ഷെ നിനക്ക് ഇപ്പൊ അടുത്ത കാലത്തായിട്ട് നിനക്കത് അറിഞ്ഞൂടാ എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. ഇത് ഇവളുടെ ഓരോ കള്ളത്തരങ്ങൾ, ഇവള് ഇന്നലെ വന്ന് നിന്ന് പാവം പോലെ പറഞ്ഞതിന്റെ കാര്യത്തിന്റെ ഓരോ കള്ളത്തരങ്ങളും ഇവള് മുമ്പ് പറഞ്ഞ കാര്യങ്ങളും കൂടെ വച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത് പൊളിച്ചടിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ആണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ രേണുവിനെ കുറിച്ച് വിലയിരുത്തിയ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഇനി എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, ഞാൻ ഇത്രയും കാണിച്ച വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് പറയണം.
അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. ഒരുപാട് പേരിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ എത്തണം. അപ്പോൾ ഇനി പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.